ഹലോ, നമ്മൾ ഇന്ന് ലാസ്റ്റ് ഡേ 5 അസൈൻമെൻറ്റ് ആദ്യത്തെ പാർട്ടാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ പാർട്ട് ഓപ്ഷനാണ്, വേണേൽ ചെയ്താൽ മതി, ചെയ്യണമെന്നില്ല. അപ്പോൾ നമ്മൾ 5 തുറന്നു, എഡിറ്റ് ആൻഡ് കോപ്പി കൊടുത്തു. അതിനുശേഷം ഓക്കെ തുറന്നു വന്നു. അതിനുശേഷം നമ്മൾ ആഡോൺസിലേക്ക് പോവുക. സീക്രട്സ് API കീ ഇനേബിൾ ചെയ്തേക്കുക. പണ്ടത്തെ തന്നെ ഉണ്ടാവും. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പഴയ വീഡിയോ കണ്ട API കീ എങ്ങനെ ആഡ് ചെയ്യുന്നത് മനസ്സിലാവും. ഇന്നത്തെ ഇപ്പോൾ നമ്മൾ പറയുന്നില്ല. അതിനുശേഷം ഇമ്പോർട്ട് ചെയ്യുക, ഒന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഇമ്പോർട്ട് ആയിട്ടുണ്ട്. അതിനുശേഷം ADK കമ്പോണൻസ് ഇമ്പോർട്ട് ചെയ്യുക. ശകലം സമയം എടുക്കും, വെയിറ്റ് ചെയ്യുക. ഓക്കെ, അത് ഇമ്പോർട്ടായി. ഈ റീട്രൈ ഓപ്ഷൻ കൺഫിഗർ ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ള കോഡുകൾക്കൊക്കെ എറർ വരും. അതുകൊണ്ട് ആദ്യം തന്നെ അത് റൺ ചെയ്യുക. ശേഷം അടുത്ത കോഡ് റൺ ചെയ്യുക. ഇതിപ്പോൾ നമ്മൾ പ്രൊഡക്റ്റിൻ്റെ കമ്പാരിസൺ ഒക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ബോട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വായിച്ച് നോക്കുക, മനസ്സിലാവും. ഓക്കെ, അടുത്തത് റൺ ചെയ്തു. ലോക്കൽ ഹോസ്റ്റിലാണ്, അത് നമുക്ക് കിട്ടത്തില്ല, ജസ്റ്റ് റൺ ചെയ്യുന്നതേ ഉള്ളൂ. ലോക്കൽ ഹോസ്റ്റിന് URL തുറന്ന് നോക്കിയാൽ നമുക്ക് വരില്ല. ഇത് റൺ ചെയ്യുന്നു, വെയിറ്റ് ചെയ്യുക. വെയിറ്റിംഗ് ഫോർ സെർവർ ടു ബി റെഡി. ഓക്കെ കഴിഞ്ഞിട്ട് ഓക്കെ അതായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ലോക്കൽ ഹോസ്റ്റ് തുറന്ന് നോക്കാം. നമുക്ക് കിട്ടില്ല, ജസ്റ്റ് തുറന്ന് നോക്കാം. നമ്മൾ അവരുടെ ഇതിലല്ലോ, നമുക്ക് വരില്ല. ഓക്കെ, ഒന്നും നോക്കേണ്ട കാര്യമില്ല. അതിനുശേഷം അടുത്ത കോഡ് ഓട്ടോ ജനറേറ്റഡ് കാർഡ് കൊടുക്കുക. ഈ സപ്പോർട്ട് ഏജൻറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള കോഡാണ്, അത് റൺ കൊടുക്കുക. ഒന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, കസ്റ്റമർ അത് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ കമ്പാരിസൺ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഒരു ബോട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ബോട്ടാണെന്ന് തോന്നുന്നു. അല്ല, ഇതല്ല. ഇതിപ്പോൾ നമ്മൾ സ്റ്റോക്ക് ചെക്ക് ചെയ്യാനും ഇതാണ്. ഇപ്പോൾ iPhone 15 കാര്യം ചോദിക്കും. നമ്മളിപ്പോൾ അവിടെ കസ്റ്റമായിട്ട് എന്തെങ്കിലും കൊടുത്താലും അത് റെസ്പോണ്ട് ചെയ്യും. ഇപ്പോൾ ഞാനിവിടെ ഡെല്ലിൻ്റെ കാര്യമാണ് ഇത് ചോദിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ HP ഏതെങ്കിലും മോഡൽ അടിക്കുക, HP Omen X4 എന്ന് കൊടുക്കാം. അങ്ങനെ മോഡലില്ല, അപ്പോൾ അതിനുള്ള എററും വരും. അറിയില്ല എന്ന് പറഞ്ഞു വരും. പിന്നെ HP Omen മോഡൽ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അപ്പോൾ ഞാൻ HP Omen കൊടുത്തു നോക്കുക. അതാണെങ്കിൽ റെസ്പോൺസ് ഉണ്ടാകുന്നത് നോക്കാം. ഓക്കെ, HP Omen X4 അറിയില്ല, HP Omen അറിയില്ല. സോ ലീവ് ചെയ്തേക്കാം. ദെൻ ഓക്കെ, അത് കഴിഞ്ഞ് ഇതിനകത്ത് നമുക്കൊന്നും പ്രത്യേകിച്ച് സബ്മിറ്റ് ചെയ്യേണ്ട. സോ സേവ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് സേവ് ചെയ്ത് സേവ് ഓപ്ഷനെ കൊടുത്ത് സേവ് ചെയ്യുക. ഓക്കെ.